പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നല്ല കട്ട മഞ്ഞ്. നമ്മൾ കുറച്ച് കായൊക്കെ എടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ അമ്മയുടെ കൂട്ടുകാരെ കൂട്ടി കായ എടുക്കാനായിട്ട് വിടാൻ പോവാ. എന്നാ മഞ്ഞാണേലും മഴയാണെങ്കിലും ലീവില്ലാത്ത ജോലിയാണ് നമുക്ക്, അല്ലേ? ഏലത്തിനകത്തെ പണിയെന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയാണേലും കുഴപ്പമില്ല, മഞ്ഞാണേലും കുഴപ്പമില്ല. അതൊക്കെയാണ് ഏലത്തിന് പറ്റിയ ക്ലൈമറ്റ്. അതുകൊണ്ട് ആ സമയത്തൊന്നും നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ലീവ് എടുക്കാൻ പറ്റത്തില്ല. ലീവില്ല. എന്നാ മഞ്ഞ എന്നല്ലേ? നിന്റെ കൂട്ടുകാരൊക്കെ വരുമോ ഇന്ന്? ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. ആണോ? മഴയും മഞ്ഞൊന്നും വിഷയമല്ല. ആണോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്നറിയോ, പോയില്ലെങ്കിൽ ഇവർക്ക് പിന്നെ ഇവര് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വരുമോ? അതിനെന്നോ ഈ മഴ മഞ്ഞ് വെയില് എന്നൊക്കെ പറയുന്നത് പ്രകൃതിയിലുള്ള സംഭവമാണ്. അതൊന്നും നമ്മളെ ബാധിക്കരുത്. അങ്ങനെയല്ലേ? നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇവര് മറ്റേ മനുഷ്യരുടെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്. ഇതൊന്നും ബാധിക്കരുത് അല്ലേ? മഴ മഞ്ഞ് വെയില് തണുപ്പൊക്കെ ഒരു വഴി അങ്ങ് വരും. അതൊക്കെ ഒരു വഴി വരും. നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്തോണ്ടിരിക്കണം. നമ്മള് കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അമ്മച്ചിമാരൊക്കെ പോകുന്നുണ്ടോ? എല്ലാരും കായെടുക്കാൻ പോകുന്നതല്ലേ? അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഈ മഞ്ഞത്ത് കാട്ടിനകത്ത് കയറിയാ വല്ലതും കാണാൻ പറ്റുമോ? ഇച്ചിരി ഇരുട്ടുണ്ടായിരിക്കും. ഇച്ചിരി ഇരുട്ട് കാണും, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഉള്ള മൂത്തകാ നോക്കി പറിച്ചാൽ മതിയല്ലോ അല്ലേ? അത് കൈക്കറിയാം. അറിയാം. ഇതിപ്പോ എന്നാണെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റാ കേട്ടോ. ഇന്നലെ ഇച്ചിരി തെളിവുണ്ടായിരുന്നല്ലേ? കട്ട മഞ്ഞ്. കരുണാപുരം എന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞ് വരുമ്പോഴും ഇതിങ്ങനെ ഇരുണ്ട് കിടക്കും, മഞ്ഞ് മൂടി കിടക്കും. കുഞ്ഞിയുടെ ബസ് ഒന്ന് പോവാ പോയിട്ട് വരുമ്പോ. കുഞ്ഞിയുടെ സ്കൂളിന്റെ അവിടവും ആമയാറ്റി പോപ്പിയുടെ സ്കൂളിന്റെ അവിടവും. അതെ, പോപ്പിയുടെ സ്കൂളിന്റെ അവിടെ ഈ ഇച്ചിരി കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഇപ്പോഴും മഞ്ഞിനകത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെറിയ റോഡാ. എല്ലാ ഏലത്തോട്ടത്തിന്റെ നടുക്കോട്ടുള്ള റോഡുകളാ, മൺപാതകളല്ലേ? എല്ലായിടത്തോടെയും റോഡുള്ളത് കൊണ്ടേ. വേറെ കാര്യം, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും മാനം പോലല്ലേ? എപ്പം വന്നാലും ഒരു വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ ഇടയൊന്നുമില്ല. ആൾക്കാർ റോഡിൽ വരെ ഏലം വെച്ചേക്കുവാ, അറിയാവോ? ഈ വർഷം ഒരുമാതിരി വിലയുണ്ട്. എല്ലായിടത്തും കായുണ്ട്, എടുക്കാൻ ആളില്ല. അതെ, ആളില്ല. വർഷമായിട്ട് ഒരു 2 മാസം മുന്നേ പറഞ്ഞത് പോലും എടുക്കാതെ നിൽക്കുക. എങ്ങനെയുണ്ട് കുഞ്ഞി കരുണാപുരം പള്ളിയുടെ അവിടുത്തെ വ്യൂ? എങ്ങനെയുണ്ട്? കരുണാപുരം പള്ളി സൂപ്പർ. എന്റെ സ്കൂളിന്റെ അവിടെ നോക്കണം. ഓ വേണ്ട, പോയേക്കാം, വീട്ടിൽ പോ. ആണോ? എന്നാ വീട്ടിൽ കയറാതെ പോയേ? നമുക്ക് കമ്പംമെട്ട് വരെ ഒന്ന് പോയി നോക്കിട്ട് വരാം. അവിടെ കുറച്ച് കായ ഉണങ്ങാൻ കൊടുത്തത് ഇരിപ്പുണ്ട്. അവിടുത്തെ കമ്പംമെട്ടിലെ കാലാവസ്ഥ കൂടെ നോക്കി കായ ഉണങ്ങിക്കഴിയെങ്കിൽ സ്റ്റോറിൽ നിങ്ങൾ എടുത്തോണ്ട് പോരാ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഇങ്ങോട്ട് അതിലും വലിയ മഞ്ഞ കേട്ടോ. ഇത് കാണത്തില്ല ദൂരെ, അടുത്ത് വരുമ്പോ മഞ്ഞില്ല, പക്ഷെ ദൂരെ മഞ്ഞുണ്ട്. അതങ്ങനെ വിസിബിലിറ്റി കൂടുതൽ. അകലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല, അടുത്ത് വന്നാൽ കാണാം. അതങ്ങനെ അടുത്തടുത്ത് വരുമ്പോ കണ്ണിന്റെ കാഴ്ച കൂടും, അകലോട്ട് നോക്കുമ്പോ ഒന്നും കാണത്തില്ല. അടിപൊളി കാലാവസ്ഥ കേട്ടോ. ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പൊ നാട്ടിലിരുന്ന് കാണുന്നവർ എന്നാ ഓർമ്മല്ലേ? കൊതിപ്പിക്കും. ഇപ്പൊ ചെക്ക് പോസ്റ്റ് ആകാറായി കേട്ടോ. നമ്മള് ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു സ്റ്റോർ ഉണ്ട്, അവിടെയാ കൊടുത്തേക്കുന്നത്. അങ്ങോട്ടൊന്നും ഇല്ല, അങ്ങോട്ട് വഴിയില്ല. വഴിയൊക്കെ ഉണ്ട്, അടുത്ത് ചെന്നാലേ കാണത്തുള്ളൂ കേട്ടോ. അവിടെ ചെല്ലും പറയാ അവിടെ എന്തെങ്കിലും എങ്ങനെയാന്നൊക്കെ. അതുകൊണ്ട് അവിടെ ഒരു വലത്തെ സൈഡിൽ ഒരു ലോറി കിടക്കുന്നത് കാണാവോ? കേട്ടോ, അങ്ങനെ നമ്മള് ആ കാണുന്ന ചെക്ക് പോസ്റ്റാ, ഒന്നും കാണത്തില്ല. ഇത് നമ്മുടെ സ്റ്റോറാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല, നോക്കാം. ഇവിടെ എല്ലാം കിടന്നോ? ആരും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇതേ നമ്മുടെ റോഡാകട്ടെ, ഇവിടെ സ്റ്റോറ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിന്റെ കുറച്ചുകൂടെ അടുത്ത്. അച്ഛൻ ഇപ്പൊ കായെടുക്കാൻ പോയേക്കുക. നമ്മുടെ കായ അവിടെ എടുത്ത് തൂക്കി വെച്ചേക്കുവാന്ന് തോന്നുന്നു. അവിടെ കായെടുത്ത് വണ്ടിയുടെ പുറയിലേക്ക് കയറ്റി വെക്കുവാണ്. നമ്മള് രാവിലെ പണിക്കാരെയൊക്കെ കൊണ്ടിറക്കി വാങ്ങാൻ കൊടുത്ത കായും ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇന്നേ
നമ്മുടെ പോപ്പിയുടെ ബർത്ത്ഡേ ആണേ. അപ്പം പോപ്പിയോട് പറയാൻ നമ്മൾ പോപ്പിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക. പോപ്പിയോട് പറഞ്ഞിരിക്കുന്ന അച്ഛമ്മച്ചയും കൊണ്ട് ആശുപത്രി പോവുക, കൂടത്തിൽ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചേക്കുന്നത്. പാവം വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് പോയി വണ്ടിയിൽ കയറിയിരിക്കാം. നമ്മൾ തൂക്കുവാനം ടൗണിൽ വന്നേ. തൂക്കുവാനം ടൗണിൽ ഇന്ന് ഒരു ശകലം തിരക്ക് കുറവുണ്ടല്ലേ? ചെറിയൊരു തിരക്ക് വ്യത്യാസമുണ്ട് ഇന്ന്. കാരണം അല്ലെങ്കിൽ ഇവിടെ എല്ലാം മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ തിരക്ക് കുറവ് പോലെ ഉണ്ടായിരുന്നു. ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും. ശനിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല. ഇനി നമുക്ക് ഇനി എവിടാ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എന്നാ? ഇനി ഞങ്ങൾക്ക് ഒരു കടയിൽ കയറാനുണ്ടേ. ഇവിടെ നിർത്തിയാൽ മതിയോ? ഇവിടെ നിർത്തിയാലും മതി. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട്. നമ്മളിന്ന് തൂക്കുപാലത്തെല്ലാം പോയി ചമ്മച്ചിക്ക് മരുന്നുമൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ചെല്ലണം കേട്ടോ. അങ്ങോട്ട് ചെല്ലണം, ഇനിയും വേറെ ഏതെങ്കിലും ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. അതാ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നിട്ട് നമ്മൾ പോപ്പിക്കൊരു ഗിഫ്റ്റ്, പിറന്നാൾ ഇന്ന് 17ാമത്തെ പിറന്നാളാണ് പോപ്പിയുടെ. അതുകൊണ്ട് നമ്മൾ പോപ്പിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കേക്ക്. അടുത്ത വർഷം ലൈസൻസ് ആവും. അവന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതിനും മാത്രം ബുദ്ധിയുണ്ടോ? ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിനില്ലെന്നേ ഉള്ളു. ആ സെൽഫ് അറച്ച വണ്ടിയല്ലേ. ഇപ്പോഴും കൊച്ചു ടി വി കാണുന്നു. അതൊക്കെ ഒരു ചെറിയൊരു ടൈം പാസ് അല്ലേ? നമ്മളെപ്പോഴും ചെറുതായിട്ടിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് പോപ്പിക്ക് എന്താണ് പറയാനുള്ളത്? തന്നെ പൊക്കി പറയും. ലൈഫ് എങ്ങനെയുണ്ട്? സുഖം, സമാധാനം. ഒന്നും നോക്കാതിരുന്നാ മതി, എന്നെ പൊക്കോളും. മറ്റുള്ളവർക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാക്കാതെ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ഉപദ്രവ ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ സ്വന്തം ഒരു കാര്യം നമുക്ക് കേക്ക് മുറിച്ചേക്കാം അല്ലേ? എന്നെ പറ്റി മുഴുവൻ സ്ഥിതിക്കൊന്നും കൊച്ചുമോനെന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. പിന്നെ കൊച്ചുമോൻ അടിപൊളിയല്ലേ, എല്ലാരും സ്നേഹിക്കുന്നു, പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പഠിക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ തരുന്നുണ്ട്. അടുത്ത ഇവിടുന്ന് പോരട്ടെ. അതാ പറഞ്ഞേ, അതേ കൂടുതൽ എന്നാ പറയുന്നത്, ഒരു ഗുഡ് ബോയ്. ഇവിടുന്ന് ഞാൻ എന്റെ അഭിപ്രായമൊക്കെ പിന്നീട് അറിയിക്കാം. നിന്നോട് മാത്രമായിട്ട് പറയാന്ന്. അടുത്ത വർഷം ഇറക്കി വിടാവുള്ളത്. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചേക്കാം. പാട്ട് പാടും. അത് കൊള്ളാലോ. എല്ലാം സ്വന്തമായിട്ട് മറ്റേ എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പറഞ്ഞില്ലേ? കൊടുത്തോളൂ. പോപ്പി കേക്ക് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്നാന്ന് പറഞ്ഞേ, കേക്കിന് മധുരവാ, മധുരമില്ലാത്ത കേക്ക് മതിയെന്ന്. ഷുഗർ കട്ടാ, ഷുഗർ കട്ട്. മധുരമില്ലാത്ത കേക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മള് പിന്നെ അത് കൊള്ളാലോടെ, എന്റെ മേത്തായല്ലോ മൊത്തം. വലിയ മധുരം ഇല്ല കേട്ടോ. ആണോ? നീ ഇപ്പം പറഞ്ഞിട്ട് മധുരമില്ലാത്ത കേക്ക് വാങ്ങിച്ചതാണോ? അതുകൊണ്ട് എല്ലാരും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ കൊറേ ദിവസം കഴിഞ്ഞ് നിന്നോണ്ടാ. അല്ല, ഇത്രയും ദിവസം അച്ഛമ്മച്ചിക്ക് ഉപ്പിന്റെ പ്രശ്നമുള്ളായിരുന്നു. അങ്ങനെ വിജയകരമായി ഒരു പീസ് കളഞ്ഞു. ഒരു അവൻ കളഞ്ഞല്ലേ, എന്റെ മേത്ത് മുഴുവനും ആക്കി. വിജയകരമായി ഒരു ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു. പോപ്പിക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു മോതിരം വാങ്ങിച്ചു കൊടുക്കാനാ ഇവിടുന്ന് പോയത്. അങ്ങോട്ട് ചെന്നപ്പോ പോപ്പിയുടെ വിരലിന് പാകമാകുന്ന മോതിരം ഇല്ലായിരുന്നു. അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അത് മിക്കവാറും കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് കിട്ടുമായിരിക്കും. അതുകൊണ്ട് പോപ്പിക്ക് ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു.
അഡ്ജസ്റ്റ് ചെയ്തു. ആ, കംപ്ലീറ്റ് അപ്പം ആയിട്ടില്ല. ഇനി എന്നതാ ലിസ്റ്റിലുള്ളത്? കംപ്ലീറ്റ് ആവണമെങ്കിൽ മോതിരം കിട്ടണം അല്ലേ? എന്റെ ലിസ്റ്റൊക്കെ കേട്ടാ നിങ്ങൾ പറയാറ്. വേണ്ട വേണ്ട ഞാൻ ഒന്നും പറയാത്ത. വേണ്ട, ഞങ്ങൾ വാങ്ങിച്ചു തന്നോളാം, അതാകുമ്പോ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതുള്ളൂ കേട്ടോ. പോയി കിടന്നുറങ്ങി. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആ